My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങൾക്ക് വരുന്ന 3 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കൺഫർമേഷൻ ആണ്. സോ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവിക്കുക, ഈ 3 ദിവസത്തിന് ഉള്ളിൽ ഇത് സംഭവിക്കുന്നത് എന്താണ് ഉറപ്പ് എന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ എക്സ്പെക്റ്റഡ്ലി അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, സംവേർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളൊരു ഹിൻ്റാണ്. ഓക്കെ, ഒരു സൈൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഗൈസ് ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, സോ അതൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചേക്കുക. ബിക്കോസ് ദിസ് ഇസ് ജനറിക് കളക്റ്റീവ് റീഡിങ്. ഓക്കെ, സോ ലെറ്റ് സീ എന്തൊക്കെയാണ് വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചസ്, ഷിഫ്റ്റ്, നിങ്ങൾക്കുള്ള മെസ്സേജ് ഓർ ബ്ലെസ്സിങ് ഓർ ഗിഫ്റ്റ്, സർപ്രൈസ് ഫ്രം ദി ഡിവൈൻ. ഓക്കെ, സോ ലെറ്റ്സ് സേ ലൈക്ക് ദിസ്. എന്തൊക്കെ സർപ്രൈസ് ആയിരിക്കാം വരുന്ന 3 ദിവസത്തിനുള്ളിൽ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത്? സെലിബ്രേഷൻ, ഗൈസ്, കം ഓൺ, ഗെറ്റ് റെഡി. സി, നമ്പർ 3, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. ഓക്കെ, സന്തോഷം ഉണ്ടാവുന്നുണ്ട്, എക്സ്ട്രീം ഓഫ് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് റീകണക്ഷൻ ആണ് ഈ 3 ദിവസത്തിനുള്ളിൽ. ചില റീയൂണിയൻസ് സംഭവിക്കുന്നുണ്ട്, ആരെങ്കിലും ആയിട്ട് നിങ്ങൾ വീണ്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പോവാണ്. ഓർ നിങ്ങൾക്കറിയാം ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊരു മേജർ ഇവന്റ് ഉണ്ട് എന്നുള്ളത്, അല്ലെ? എന്തൊരു കാര്യം ഈ 3 ദിവസത്തിൽ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷിട്ടാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ അത് നിങ്ങൾക്കുള്ള ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ ആണ്. ഈ 3 ദിവസം നിങ്ങൾക്ക് ഓരോ ദിവസവും, ഒരു ദിവസം എന്ന് മാത്രം എന്നുള്ളതല്ല, 1, 2, 3 എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ആ ഒരു സമയം മുതൽ ഒരു 24 hours ഒരു ദിവസമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ 3 days നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പിനെസ് 3 ദിവസം നിലനിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ എന്തൊക്കെയാണ് വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, ബാലൻസ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിക്കുക? ചില ആളുകൾക്ക് എനിക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? സോ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അവിടെ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ അഗൈൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു 3 ദിവസം സമയം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പോ ജോബോ ഓർ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും സ്പെസിഫിക് ഏരിയ വളരെ ഒരു മെസ്സപ്പ് ആയിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്കതൊന്ന് മാറ്റിക്കൊള്ളാം എന്നുണ്ടെങ്കിൽ, അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വർക്ക് എടുക്കുക, വർക്കിൽ ഒരുപാട് പെൻഡിങ് വർക്ക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജോബിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുക. ബിക്കോസ് വിത്തിൻ 3 days ടൈം അല്ലെങ്കിൽ വിത്തിൻ 2 days ടൈം നിങ്ങൾക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾക്ക് നോക്കിയാൽ, ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വരുന്ന സമയത്ത് പ്രോഗ്രസീവ് ആയിട്ട് തോന്നുന്നത്, അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. ആ സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തു വരാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ട ഒരു പ്രയോറിറ്റി, കൺസിഡറേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ നേച്ചർ ചെയ്യുന്ന സമയത്താണ് അതിന് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ത്രൂ ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഐഡിയ, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതായിരിക്കാം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ലൈഫോ റിലേഷൻഷിപ്പോ നിങ്ങളുടെ കരിയറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തോ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്കത് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്കതൊരു ഒരു മാനിഫെസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. സോ അതായിരിക്കാം പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളതിൽ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്തോ ഒരു വർക്ക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കൂടുതലൊരു അവയർനെസ് തരുന്നുണ്ട്. ഓക്കെ, കോൺഫിഡൻസ് തരുന്നുണ്ട്.
നിങ്ങൾക്ക് കൂടുതൽ കാര്യം അതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യം അതിന്റെ മേലെ ചെയ്യാൻ തോന്നാം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു തിരിച്ച് വരവ് സാധ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഓക്കെ, വലിയൊരു റിയൽ കംപാക്ക്. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. 3777. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് സ്പിരിച്വൽ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നുണ്ട്. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക, സ്ട്രോങ് ആയിട്ടുള്ള അറിവ് നിങ്ങൾ നേടിയെടുക്കുക, ചില തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക, സ്വയം അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അത് നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണ്, നിങ്ങൾ എത്ര പവർഫുൾ ആണ്, നിങ്ങൾ എത്ര ടാലന്റഡ് ആണ്, നിങ്ങൾ എത്ര ഇന്റലക്ച്വൽ ആണ് എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 days ടൈം, അഗെയിൻ നമ്പർ 3, നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ റെക്കഗ്നേഷൻ ഉണ്ടാവുന്നുണ്ട്. മെയിൻലി അത് നിങ്ങൾക്ക് സ്വയം അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ആളുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അംഗീകാരം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇലക്ഷന് നിൽക്കുക, ഓർ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അവിടെ അംഗീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ശരിയാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിലെ ബാക്കി ഇവന്റ്സും ബാക്കി കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ഇവന്റ്സ്. ഈ 2 കാർഡ്സ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നമ്പർ 7, നമ്പർ 8. ഓക്കെ, സോ ഇത് 2 പവർഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ്. ഓക്കെ, സോ എത്ര ഡിറ്റർമൈൻഡ് ആണ്, എത്ര സ്റ്റബേൺ ആണ് ഒരു ആഗ്രഹത്തിന്റെ മേലെ, ഒരു ലക്ഷ്യത്തിന്റെ മേലെ. ആൻഡ് അവിടെ ആക്ഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ അത് ലക്ഷ്യത്തിൽ എത്തുമോ ഇല്ലയോ ഒരു ഐഡിയ ഉണ്ടാവില്ല. മേ ബി എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ആൻഡ് അത് ഫൈനലി ലൈക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ ഒരു ടൈം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈമിലോ അല്ല, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിലോ അല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിയോണ്ട് ഒരു ഇമാജിനേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ഷനിൽ മാത്രം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ, എന്തിലേക്കാണോ നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആക്ഷൻ കൊടുക്കേണ്ടത് അതിലേക്ക് മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ശരിയാവോ ഇല്ലയോ, റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ, അതൊന്നും നിങ്ങൾ ബോദർ ചെയ്യരുത്. ബിക്കോസ് ഫോർ ഷുവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടായിരിക്കും ആ ഒരു കാര്യം വരിക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ദിവസം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ ഒരു ആഗ്രഹം നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവൻ നിങ്ങൾക്ക് അതിൽ എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾക്ക് അതിൽ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒന്നുമില്ല, എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ എവിടെ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാത്തൊരു കാര്യം. ബട്ട് നിങ്ങളുടെ ഇന്നർ സെൽഫിലേക്ക് വരിക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹത്തെ പറ്റി ഉണ്ടാവുന്ന തോട്ട്സ്, ഐഡിയാസ്, ഇമോഷൻസ് എന്താന്നുള്ളത്, ഈവൻ നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം കണക്ട് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുപോലെ നിങ്ങൾ റീഫ്രെയിം ചെയ്യാം. ഈ ഒരു ജസ്റ്റ് 3 ദിവസം മാത്രം നിങ്ങൾ അത് ട്രൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതിലേക്കൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് വളരെ ഇമ്പോസിബിൾ ആണ്. ആ ഒരു ഫ്രെയിം നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് എന്ത് പറയാം, ഇത് എന്റേതാണ്, ഇത് എഫേർട്ട്ലെസ്ലി എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ഓൾറെഡി എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യമാണ്, ഇത് ഓൾറെഡി എനിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് എന്റേതാണ്, അത് അതിൻ്റെ റൈറ്റ് ടൈമിൽ എൻ്റെ ലൈഫിൽ വരും, ഇത് ഓൾറെഡി എന്റേതാണ്, ഞാൻ ആ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു കാര്യം എന്നെയും ആഗ്രഹിക്കുന്നുണ്ട്. ദിസ് ഇസ് ഓൾറെഡി മൈൻ, ദിസ് ഇസ് ഓൾറെഡി മൈൻ, സേ വിത്ത് മീ, ദിസ് ഇസ് ഓൾറെഡി മൈൻ. ആൻഡ് ഇത് അതിൻ്റെ പെർഫെക്റ്റ് ഡിവൈൻ ടൈമിൽ എൻ്റെ ലൈഫിൽ സംഭവിക്കും. ഈ 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു ആഗ്രഹത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ലൈഫിൽ സംഭവിക്കും. ആൻഡ് ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ബിക്കോസ് ദിസ് ഇസ് ഓൾറെഡി മൈൻ. ഓക്കെ, സോ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ നിങ്ങൾ പറയാം. ആൻഡ് എന്താണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ കണക്ട് ചെയ്യാം. ബിക്കോസ് എന്തൊരു ബിഗർ തിങ് നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു 3 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്? ഓക്കെ, അവയർനെസ് ആൻഡ് വിസ്ഡം. ഓക്കെ, സോ ചില എക്സാക്ട്ലി നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ എത്ര പവർഫുള്ളി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അറിവ്. നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു തിരിച്ചറിവും അതാണ്. അത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു വിസ്ഡം നിങ്ങൾക്ക് തരുന്നുണ്ട്, ജ്ഞാനം. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ പറ്റി അനുഭവം കൊണ്ട് പഠിക്കുകയാണ്, നിങ്ങൾ അതിൽ കൂടുതൽ പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു 3 ഡേയ്സ് ടൈമിനുള്ളിൽ അത് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ബട്ട് ഈ ഒരു 3 ഡേയ്സ് ടൈമിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു ആഗ്രഹം ലൈഫിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റീഫ്രെയിം ചെയ്യാനും അച്ചീവ് ചെയ്യാനും കൂടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് അംഗീകാരത്തിലേക്ക് നിങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. ഈ ഒരു 3 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങളെ പരീക്ഷിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈവൻ ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പിക്ക് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ജസ്റ്റ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരുപാട് ഒരു ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. ആൻഡ് സി ഈവൻ നിങ്ങൾക്ക് ആളുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കമോൺ ഗായ്സ്. ഓക്കെ, ഈവൻ നിങ്ങൾ ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് റീകണക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചു, ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ അതിലേക്ക് ബോധർ ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ് മാത്രം നിങ്ങൾ പിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഇമോഷൻസ് കണക്ട് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു വിശ്വാസം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ ഒരു ചിന്ത ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കാം. എന്താണോ നിങ്ങൾക്ക് അതുപോലെ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നത്, ഈ ഒരു 3 ദിവസം മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സീ എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് അഗെയിൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സ്പിരിച്വൽ യൂണിയൻ റീകണക്ഷൻ ഉണ്ട്, ആൻഡ് വിച്ച് ഈസ് വെരി സ്ട്രോങ്ലി കൺഫേമിങ്. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചില ആളുകളുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കണ്ണിന് അത്രയും സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ശരീരത്തിന് അത്രയും സന്തോഷം ഉണ്ടാവുന്നുണ്ട്, മനസ്സിന് ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അത്രയും കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തി, അത്രയും ഡെപ്ത് അല്ലെങ്കിൽ അത്ര ഒരു ഇന്റൻസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില അനുഭവങ്ങൾ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ. ഗായ്സ്, സി എന്താണോ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നത്, ഡെഫിനറ്റ്ലി അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നോ, ഇതുവരെ നിങ്ങളുടെ മുഖം വളരെ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മുഖഭാവം നിങ്ങളുടെ ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സി നമ്പർ 3 അഗെയിൻ, 1 to 3. Alright, obstacles and challenges. സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തടസ്സങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നത്, നിങ്ങളത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാനുള്ള വഴികളും ഉണ്ടാവുന്നുണ്ട്, പുതിയ വഴികളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു 3 ദിവസത്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ ഒരു സമയം വരെ നിങ്ങൾ തടസ്സങ്ങളായിട്ട് കണ്ട് നിങ്ങൾ നിർത്തിവെച്ചിട്ടുള്ള യാത്രകൾ ഉണ്ടായിരിക്കണം, അല്ലെ, നിർത്തിവെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വീണ്ടും അതിലേക്ക് വരാം, ബിക്കോസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പുതിയ വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ, ഹാർമണി. സി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങൾ, ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ സോ മച്ച്, റൈറ്റ്? ഓക്കെ, അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വിരൽ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുള്ളത്. നോ ഗായ്സ്, പവർ. സി ഇതൊക്കെ നിങ്ങൾ ഈ ഒരു 3 ദിവസത്തിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഗൈസ്, ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, നിങ്ങളുടെ ഓരോ ആഗ്രഹത്തെ പറ്റി നിങ്ങൾ മനസ്സിൽ വിചാരിക്കൂ. സോ ഞാൻ ഈ കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ബട്ട് ഈ കാർഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാരിറ്റിയും തരും. സോ നിങ്ങൾക്ക് എന്താണോ, യു ഓൾസോ ബിക്കം എ ടാരോ റീഡർ, സൈക്കിക് റീഡർ. ഓക്കെ, സോ ഈ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ജസ്റ്റ് നിങ്ങളത് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ തിങ്ക് അബൌട്ട് വൺ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ
And this is the answer for you. Patience. So you want to see one more answer? One more card. ഈ ഒരു സിറ്റുവേഷനെ പറ്റി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജ്? എന്താണ് എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജ്? മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് എ ഗോ ഹെഡ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ബാലൻസിലേക്ക് വരും, അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യും, അത് നിങ്ങൾക്ക് വേണ്ട സന്തോഷം തരും. ഓക്കെ, അതോറിറ്റി. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ ചില അഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇഫ് യു ഫീൽ അത് നിങ്ങൾക്ക് സ്ട്രോങ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അഫേം ചെയ്യുക കമൻറ്റിൽ. ബിക്കോസ് നിങ്ങൾ ആ ഒരു എനർജി മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് കൊടുക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദാറ്റ്? എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി എൻ്റെതാണ്. What I desire, it is already mine. What I desire, it is already mine. What I desire, it is already mine. So, hope you like this video, guys. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.